ഹലോ ഗൈസ്, ഞങ്ങൾക്ക് കോളേജ് തുടങ്ങി, വീണ്ടും ക്ലാസ്സുകൾ തുടങ്ങി. രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഈ കാണുന്നില്ലേ കോലം എന്ന് പറയുന്നത്, ഇത് ഞാനൊരു ഇൻസ്പിറേഷൻ്റെ പുറത്ത് ഇടുന്നതാണ് കേട്ടോ. ഭയങ്കരമായിട്ട് മെൻ്റലി ഒരു റിലീഫ്, ഒരു സന്തോഷം. അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും പോയി കാണുമ്പോൾ ഒരു മനസ്സിന് ഭയങ്കര ഹാപ്പിനെസ്സാണ് കേട്ടോ. ഇത് ഞാൻ ഫേസ്ബുക്കിൽ ശോഭന എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുള്ളിക്കാരി വീഡിയോ ചെയ്യുന്നുണ്ട്. അവരിടുന്നത് കണ്ട് എനിക്ക് ആഗ്രഹം തോന്നിയിട്ട് പഠിച്ചാണ് കേട്ടോ. ഇതിന് മുന്നൊരു 10-20 പ്രാവശ്യമെങ്കിലും ഞാൻ കോലം ഇട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് കോലത്തിനൊരു കോലം വന്നിട്ടുള്ളത്. ഇന്ന് ക്ലാസ്സുള്ള ദിവസമാണ്. ഞങ്ങൾ റെഡിയായി. അപ്പോൾ കൂട്ടൻ ക്യാമറയുടെ ബാക്കിലുണ്ട്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നില്ല, അതിൻ്റെ 13 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. ക്ലാസ്സിൽ പോയിരുന്നു. ഈ എഴുത്ത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര പഠിത്തമാണ്. വെറുതെയാണ് കേട്ടോ. ക്ലാസ്സിൽ 1 മണിക്കൂർ നേരം നോട്ട് പറഞ്ഞു തന്നതിൻ്റെ ഇടയിൽ 4 പേജ് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതിൽ 2 പേജ് ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ. മടി പിടിച്ചെനിക്ക്, എന്താണെന്നറിയില്ല, ഭയങ്കര ബോറടി എന്ന് പറഞ്ഞാൽ പോരെ, ഭയങ്കര ബോറടി. ക്ലാസ് തുടങ്ങിയെങ്കിലും ക്ലാസ്സിൽ ഞങ്ങൾ പോകുന്നുണ്ടെങ്കിലും ഇവിടെ എക്സാമുകൾ നടക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ക്ലാസ്സിലേക്ക് ടീച്ചേഴ്സൊന്നും അങ്ങനെ വരുന്നില്ല. 2-3 ദിവസം കൊണ്ട് കഴിയുമ്പോഴേക്കും സെറ്റാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതുപോലെ ക്ലാസ്സിലിരുന്ന് ഇൻ്റർനാഷണൽ ബോറടി അടിച്ചിട്ടുള്ള ഒരു ദിവസമില്ല കേട്ടോ. അവിടെ ഇരുന്ന് കോമാളി കാണിക്കലും മറ്റുള്ളവരെ നോക്കി കുറ്റം പറയലും ആയിരുന്നു കേട്ടോ ഇന്നത്തെ പ്രധാന പരിപാടി. കുറ്റം പറയലിന് ഞാൻ ഹൈലൈറ്റാണ്. ഞാൻ എന്നെ തന്നെ അതിനെ പുകഴ്ത്തുന്നു. അസലായിട്ട് ഞാൻ കുറ്റം പറയും മറ്റുള്ളവരെ. വഴി കൂടെ പോകുന്ന പട്ടിനെയും പൂച്ചേനെയും വരെ അടക്കം ഞാൻ കുറ്റം പറയും കേട്ടോ. ഒരാളെ ഞാൻ വിടാറില്ല. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒളിഞ്ഞു നോക്കി ബാക്കിലിരുന്ന് കുറ്റം പറയണ്ടെന്ന് ഞാൻ ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ പോയി ഇരിക്കാറാണ് പതിവ്. ഇതാണ് ഞങ്ങളുടെ ക്ലാസ്. കണ്ട ആരുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വായ നോക്കിയിരിക്കുക. അവസാനം കഴുത്ത് വേദനയായിരുന്നു മിച്ചം. ക്ലാസ്സിൻ്റെ കഴിഞ്ഞ് എനിക്കൊരു ചായ കുടിക്കണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് പാല് വാങ്ങാൻ കരുതി ഫ്രണ്ടിൽ തന്നെ കടയുണ്ട്, അങ്ങോട്ടാണ് കേട്ടോ പോണത്. ഈ പോക്ക് കാണുമ്പോൾ കരുതും വലിയ എന്തൊക്കെ സംഭവം ചെയ്യാൻ പോകണമെന്ന്. വെറുതെയാണ്. 10 രൂപയുടെ പാൽ പാക്കറ്റ് വാങ്ങിച്ച് പട്ടിഷോയും കാണിച്ചിട്ട് ചായ ഉണ്ടാക്കാനായിട്ടുള്ള പോക്കാണ് കേട്ടോ. പാലും വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് പതുക്കെ റൂമിലേക്ക് പോകുന്നു കേട്ടോ. എന്ത് സാധനം കിട്ടിയാലും മണക്കുന്ന എനിക്കൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്, ബൈ.